ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം SBI കാർഡ്സ് അവരുടെ IPO ലിസ്റ്റാകാൻ പോകുന്ന ഡേറ്റ്സ് എല്ലാം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ ഒരു കമ്പനി ലിസ്റ്റാവുന്നതോടുകൂടി SBIൻ്റെ ഗ്രൂപ്പിലെ 5ാമത്തെ കമ്പനിയാണ് ഇപ്പോൾ ഷെയർ മാർക്കറ്റിൽ ലിസ്റ്റാകാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് SBI കാർഡ്സിൻ്റെ അപ്ഡേറ്റ്സ്, അതുപോലെ തന്നെ അവരുടെ ഇഷ്യൂ ഓപ്പണിംഗ് ഡേറ്റ്, അതുപോലെ തന്നെ എത്ര ഷെയർസ് വാങ്ങാം, അതുപോലെ തന്നെ ഷെയർ പ്രൈസ് എന്നിങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. സോ ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. ആദ്യമേ തന്നെ SBI കാർഡ്സിൻ്റെ ഓപ്പണിംഗ് ഡേറ്റ് നോക്കുകയാണെങ്കിൽ മാർച്ച് 2-ാം തീയതിയാണ്. അതുപോലെ തന്നെ ഇഷ്യൂ ക്ലോസിംഗ് ഡേറ്റ് നോക്കുകയാണെങ്കിൽ മാർച്ച് 5-ാം തീയതി. അപ്പോൾ 2-ാം തീയതി തൊട്ട് 5-ാം തീയതിക്കുള്ളിൽ നമ്മൾക്ക് SBI കാർഡ്സിൻ്റെ IPOയ്ക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇഷ്യൂയിങ് പ്രൈസ് നോക്കുകയാണെങ്കിൽ 750 മുതൽ 755 രൂപയാണ് ഒരു ഷെയറിൻ്റെ വാല്യൂ. അതുപോലെ തന്നെ ഫേസ് വാല്യൂ 10 ആയിട്ടുള്ള ഒരു ഷെയർസ് ആയിട്ടാണ് ഇത് ലിസ്റ്റാകാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഷെയർ വാങ്ങുമ്പം IPOയ്ക്ക് അപ്ലൈ ചെയ്യുമ്പം 19 ഷെയർസ് ഉള്ളൊരു ലോട്ടായിട്ടാണ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അതായത് ഒരു ലോട്ടിൽ 19 ഷെയർസ് ഉണ്ടാകും. അതായത് നമ്മൾ ഏകദേശം 15,000 രൂപയുടെ അടുത്ത് മുതൽ മുടക്കിയാണ് നമ്മൾ ഈ സ്റ്റോക്ക് വാങ്ങേണ്ടത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളൊരു SBI എംപ്ലോയി ആണെങ്കിൽ SBI എംപ്ലോയി കാറ്റഗറിയിൽ മാത്രം ഒരു 15 രൂപയുടെ ഒരു ഡിസ്കൗണ്ട് ഒരു ഷെയറിന് കിട്ടുന്നതാണ്. അതായത് 755 രൂപ വിലയാണെങ്കിൽ 740 രൂപയ്ക്ക് നമുക്കൊരു ഷെയർ അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് NSEയിലും BSEയിലും ഈ ഷെയർ ലിസ്റ്റാകാൻ പോകുന്നുണ്ട്. പിന്നെ ഈ ഒരു കാറ്റഗറി വൈസ് ബ്രേക്കപ്പ് നോക്കുകയാണെങ്കിൽ നമ്മൾ SBIൻ്റെ അനാലിസിസ് നടത്തിയപ്പോൾ പറഞ്ഞു ഷെയർ ഹോൾഡർ കാറ്റഗറിയിൽ, അതുപോലെ തന്നെ എംപ്ലോയി കാറ്റഗറിയിൽ, അതുപോലെ തന്നെ റീറ്റെയിൽ കാറ്റഗറിയിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഓരോ കാറ്റഗറി വൈസ് ബ്രേക്കപ്പ് ഈ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിഡേഴ്സ്, അതുപോലെ തന്നെ NII, RII, ഇങ്ങനെ ഓരോ കാറ്റഗറിയിലും എത്രമാത്രമാണ് ഓരോ ഷെയർ അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ ഈ ഒരു സൈഡിലുള്ള ടേബിളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ എംപ്ലോയി കാറ്റഗറിയിലും റിസർവേഷൻ ഷെയർ ഹോൾഡർ കാറ്റഗറി, ഈ ഓരോ കാറ്റഗറിയിലും എത്രമാത്രം ഷെയർ ഇവർ അലോട്ട് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ ഒരു ഇൻഫർമേഷൻ ഞാൻ ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡാറ്റ അവിടെ നിന്ന് കളക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇവരുടെ ഒരു ടൈം ലൈൻ നോക്കുകയാണെങ്കിൽ SBIൻ്റെ IPO ടൈം ലൈൻസ് നോക്കുകയാണെങ്കിൽ മാർച്ച് 2-ാം തീയതി തൊട്ട് മാർച്ച് 5-ാം തീയതി വരെ IPO അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ്സ് ആണ്. അതുപോലെ തന്നെ ഈ IPO അപ്ലൈ ചെയ്തതിന് ശേഷം ഓരോരുത്തർക്കും അലോട്ട് ചെയ്യുന്ന ഡേറ്റ് നോക്കുകയാണെങ്കിൽ മാർച്ച് 11-ാം തീയതിയോടുകൂടി ഈ ഒരു അലോട്ട്മെൻറ്റ് പൂർത്തിയാകും. 11-ാം തീയതി നമുക്കറിയാൻ സാധിക്കും ആർക്കൊക്കെ കിട്ടിയെന്നുള്ളത്. ഇനി അഥവാ നിങ്ങൾക്ക് അപ്ലൈ ചെയ്തിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്ത എമൗണ്ട് മാർച്ച് 12-ാം തീയതി റീഫണ്ടിനുള്ള ഇനീഷ്യേഷൻ തുടങ്ങുന്നതാണ്. അതുപോലെ തന്നെ ഷെയർസ് നിങ്ങൾക്ക് അലോട്ട് ആയി കഴിഞ്ഞാൽ 13-ാം തീയതിയോടുകൂടി നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ഈ ഷെയർസ് ക്രെഡിറ്റ് ആവുന്നതാണ്. അതുപോലെ തന്നെ മാർച്ച് 16-ാം തീയതിയാണ് IPO ഷെയർ മാർക്കറ്റിൽ ലിസ്റ്റ് ആകാൻ പോകുന്നത്. അതായത് അലോട്ട് ചെയ്ത് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഷെയർ കിട്ടിയില്ല, അതുപോലെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്തില്ല, പിന്നെ നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ മാർച്ച് 16-ാം തീയതി തൊട്ട് നിങ്ങൾക്ക് ഓരോ ഷെയർസായിട്ട് വാങ്ങാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇനി IPO അപ്ലൈ ചെയ്യുമ്പം അതിനുള്ള പ്രോസസ്സ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നമുക്കിത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റോക്ക് ബ്രോക്കർ ആരാണോ അവരെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ IPO അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ അതിനായിട്ടൊരു ഫോം ഫില്ലപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ UPI IDയും പിന്നെ അതുപോലെ തന്നെ ഒരു പിൻ ജനറേറ്റ് ആകും. നമ്മുടെ ഇപ്പോൾ ആമസോണോ അല്ലെങ്കിൽ ഗൂഗിൾ പേ ഇത് വെച്ച് നമ്മൾ UPI ID നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോക്ക് ബ്രോക്കർക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ജനറേറ്റ് ആകുന്ന ഒരു പിന്നും അവർക്ക് ഷെയർ ചെയ്യേണ്ടി വരും. ആ പിന്നും ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്ര ലോട്ടാണോ അപ്ലൈ ചെയ്യുന്നത് അതിനനുസരിച്ചുള്ളൊരു എമൗണ്ട് അവിടെ ബ്ലോക്ക് ആകും. അതവർ അതിനകത്ത് നിന്ന് എടുക്കത്തില്ല, പക്ഷേ ആ ഒരു എമൗണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത വിധം അതവിടെ ബ്ലോക്ക് ആയിരിക്കും. അതിനുശേഷം നമുക്ക് അലോട്ട് ആയോ എന്നുള്ളത് നമുക്ക് 11-ാം തീയതി അറിയാൻ സാധിക്കും. 11-ാം തീയതിക്ക് ശേഷം നമുക്ക് അലോട്ട് ആയി എങ്കിൽ ആ ഒരു എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്നും ഡിഡക്റ്റ് ആവുന്നതാണ്. അതിനുശേഷം നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ഷെയർസായിട്ട് അത് വരുന്നു. അഥവാ നിങ്ങൾക്ക് അത് അലോട്ട് ആയില്ല എങ്കിൽ 12-ാം തീയതിയോടുകൂടി അതിൻ്റെ റീഫണ്ട് ഇനീഷ്യേഷൻ നടക്കുന്നതാണ്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത എമൗണ്ട് നമുക്ക് വീണ്ടും അത് റീഫണ്ടായിട്ട് കിട്ടുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെങ്കിൽ, അതുപോലെ ഓൺലൈനായിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വെബ്സൈറ്റ് നോക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഒരു വെബ്സൈറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ സീറോത്ത് അവരുടെ സൈറ്റിൽ കാണിച്ചിരുന്നു എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യണം എന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങളും നിങ്ങളുടെ സ്റ്റോക്ക് ബ്രോക്കറിനെ സമീപിക്കുക, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഇപ്പം ഭൂരിഭാഗം എല്ലാവരും തന്നെ ആപ്പ് വഴിയായിട്ടോ അല്ലെങ്കിൽ അവരുടെ പ്ലാറ്റ്ഫോം വഴിയായിട്ടൊക്കെ IPO അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബ്രോക്കറെ സമീപിച്ച് SBI കാർഡ്സിൻ്റെ IPO എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് അറിയുക. മാക്സിമം 2-ാം തീയതി തന്നെ അപ്ലൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം എല്ലാവരും ഇത് അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാൻ കാത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് കിട്ടാനുള്ള സാധ്യതകൾ എത്രമാത്രം ഉണ്ടെന്ന് പറയാൻ സാധിക്കുകയില്ല. ഷെയർ മാർക്കറ്റിനെ പറ്റിയുള്ള പുതിയ വീഡിയോകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.